കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ദേവനെ തോൽപ്പിച്ച ശേഷമാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കുക്കു പരമേശ്വരൻ രവീന്ദ്രനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരന്റെ എതിർ സ്ഥാനാർത്ഥി. ഉണ്ണി ശിവപാലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രനായിരുന്നു മത്സരിച്ചിരുന്നത്. ഈ 3 പേരുമാണ് പ്രധാനമായും അമ്മയുടെ കീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അമ്മ ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ആളുകളുടെ ഭാരവാഹികളുള്ള ആളുകൾ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരവാഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 3 പേരുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും അമ്മയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യഥാക്രമം ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വലിയ മത്സരമായിരുന്നു നടന്നത്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷം പോൾ ചെയ്തതിനേക്കാൾ 12% വോട്ടുകൾ കുറവായിരുന്നു എന്നാണ്. 506 വോട്ടുകളാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടായിരുന്നത്. അതിൽ 200 സംതിങ് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു ഇതുകൂടിയാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത്. പലരും പല ഇടങ്ങളിലായി പല പ്രമുഖരും മമ്മൂട്ടി, മഞ്ജു വാര്യർ, അതുപോലെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെയുള്ള നടന്മാരുടെയും നടിമാരുടെയും നിരകൾ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ തന്നെ ഈ ഒരു ആശങ്ക പലരും പങ്കുവച്ചിരുന്നതാണ്. കാരണം ഇത്തരത്തിൽ എല്ലാവരും എത്താതെ വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളുകളുടെ മാത്രം തെരഞ്ഞെടുപ്പായി മാറുമെന്നുള്ള ആശങ്ക നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അന്ന് കണക്കിലെടുത്തത് 150 പേരോളം എത്തുമെന്നായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണ്. എന്നിരുന്നാൽ പോലും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് 2 വനിതകൾ വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അമ്മയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പ്രത്യേകിച്ചും സിനിമാ മേഖലയിലെ സ്ത്രീകൾ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി, ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഇടപെടലുകളിൽ അമ്മ പരാജയപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ ഭരണസമിതി അന്ന് പിരിച്ചുവിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ആണ് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത്. അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ച ശേഷം വീണ്ടും അടിയന്തരമായ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു വന്നിരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ എന്തായാലും അതിന് ഒരു അവസാനം എന്ന് വേണം പറയാൻ. ഒരു അവസാന ഇനി ഏതെല്ലാം സ്ഥാനത്തേക്കുള്ള ഫലമാണ് പുറത്തു വരാനുള്ളത്? 2 വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് ഉള്ള അത് 3 പേരാണ് മത്സര രംഗത്തുള്ളത്. അതിൽ 2 പേരായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ലീഡിംഗ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുപോലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞിരുന്നു. അത് അൻസുബ ഹസനെതിരില്ലാതെ ജയിച്ചിരുന്നു. ഇനി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആളുകളെ പറ്റിയാണ് ഇനി അതിൽ വ്യക്തത വരാനുള്ളത്. ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് എത്ര പേരെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്? എത്ര പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്? എന്തായാലും മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ എത്തിയിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത്. ഈ സിനിമാ സംഘടനയുടെ ചരിത്രത്തിലെ 31 വർഷം നീളുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 വനിതകൾ, ഒരു വനിത പോലും ഇതുവരെയും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിട്ടില്ല. ഇതാദ്യമായി സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനത്തും 2 വനിതകൾ എത്തുന്നു. ഒന്ന് ശ്വേതാ മേനോൻ, 2 കുക്കു പരമേശ്വരൻ. മലയാളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖരായ 2 നടികൾ തന്നെയാണ് എത്തുന്നത്. 2 പേർ അങ്ങനെ ഈ സംഘടനയെ നയിക്കുന്നു. ഇനി മലയാള സിനിമയെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ നയിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ തലപ്പത്തേക്ക് ഇതാ 2 വനിതകൾ എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലാണ് വിജയിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ സെക്രട്ടറി ആകുമ്പോൾ പരാജയപ്പെടുത്തിയത് രവീന്ദ്രനെയാണ്. ശ്വേതാ മേനോൻ പരാജയപ്പെടുത്തിയത് ദേവനെയാണ്. 2 പേരും 2 പുരുഷന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട്, 2 നടന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2 വനിതകൾ എത്തുന്നതും. എന്തായാലും മലയാള സിനിമയിലെ മഹാഭൂരിപക്ഷം വരുന്ന നടന്മാരും ഞങ്ങളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഇതുവരെയും ഈ സംഘടനയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും ഗൗരവമായ ആരോപണങ്ങളിൽ ഒന്ന് ഇത് പുരുഷ കേന്ദ്രീകൃതമായ സംഘടനയാണ്. നടികളെ സിനിമയിലെയൊക്കെ പോലെ, സിനിമയുടെ പൊതുരീതി പോലെ 2ാം കിടക്കാരായി കാണുന്നുണ്ട്. ഇത് നായകന്മാരുടെയും പുരുഷന്മാരുടെയും ഒരു സംഘടനയാണ്. സ്ത്രീ വിഷയങ്ങളിൽ പോലും
കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. അതീവ പ്രധാനപ്പെട്ട ഒരു കേസ് വന്നിട്ട് പോലും ഒരു അതിജീവിതയായ നടിയുടെ വിഷയത്തിലടക്കം അത്തരം ഒരു നിലപാട് ഈ സംഘടനയ്ക്ക് ശരിയായ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണങ്ങളുണ്ടായിരുന്നു, ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഒരു വിഭാഗം പ്രധാനപ്പെട്ട ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന വനിതകൾ ഈ സംഘടന വിട്ട് മറ്റൊരു സംഘടനയിലേക്ക് പോവുകയും ബദൽ നീക്കങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഈ ആക്ഷേപങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ 2 സ്ത്രീകൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു. സംഘടനയുടെ പ്രസിഡന്റായി ശ്വേത മേനോനും അതോടൊപ്പം തന്നെ സംഘടനയുടെ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും രണ്ടുപേരും ദീർഘനാളായി തന്നെ മലയാള സിനിമയുടെ സാന്നിധ്യമായി നിൽക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ 2 നടികൾ തന്നെയാണ്, പ്രധാനപ്പെട്ട നടിമാർ തന്നെയാണ് ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഉണ്ണി ശിവപാലാണ് അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്രഷറർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ആരെല്ലാം എത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ എതിരില്ലാതെ അൻസിബ വിജയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ആരെല്ലാം വിജയിക്കുന്നു എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും സിനിമയുടെ സംഘടനയുടെ തലപ്പത്തേക്ക് ആര് വരും എന്നുള്ളത് സംഘടന ചെറുതാണ് എങ്കിൽ പോലും സമൂഹത്തിൽ ആ സംഘടനയ്ക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് സിനിമ അഭിനേതാക്കളുടെ സംഘടന എന്ന നിലയ്ക്ക് സമൂഹം ശ്രദ്ധിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒട്ടേറെ അപവാദ പ്രചരണങ്ങളും ആരോപണങ്ങളും എന്തിന് പുറത്തു നിന്നുള്ള ചില പബ്ലിക് ന്യൂസൻസുകളായ ആളുകളടക്കം വന്ന് ഈ പ്രധാനപ്പെട്ട നടിമാർക്കെതിരെയൊക്കെ ശ്വേതാ മേനോനെതിരെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കേസുകളൊക്കെ നൽകുകയും അത്തരം ആക്ഷേപങ്ങളും ഏറ്റവും വൃത്തികെട്ട കളികളടക്കം പുറത്തു നിന്നടക്കം ഈ ശ്വേതാ മേനോനെതിരെ ആക്ഷേപങ്ങളുണ്ടായി. അത്തരം സാമൂഹ്യ വിരുദ്ധ എലമെന്റുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ സ്വയം വന്നുകൊണ്ടും ഒക്കെ അത്തരം ആക്ഷേപങ്ങളൊക്കെ ഉയർന്നാണ്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മലയാള സിനിമയിലെ നടീനടന്മാർ അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ നയിക്കേണ്ടത് സ്ത്രീകളാണ്, അത് കാലത്തിൻ്റെ വ്യക്തികൾ എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു അഭിമാനത്തിൻ്റെ വിഷയം കൂടിയാണ് എന്ന് എന്തായാലും മലയാളത്തിലെ നടീനടന്മാർ തീരുമാനിച്ചിരിക്കുന്നു. ആ സംഘടനയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ കൂടി വ്യക്തമായിട്ടുണ്ടോ ആജ്ഞ രവീന്ദ്രൻ? എന്തായാലും മലയാളത്തിലെ നടീനടന്മാരുടെ സംഘടനയായ AMMയുടെ തലപ്പത്തേക്ക്, അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്തിയിരിക്കുന്നു. അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കുക്കു പരമേശ്വരനാണ്. നടൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നടൻ രവീന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് കുക്കു പരമേശ്വരൻ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള മറ്റ് സ്ഥാനങ്ങൾ കൂടി സ്ഥാനങ്ങളുടെ ഫലം ഉടൻ തന്നെ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയുടെ 31 വർഷം നീളുന്ന ദീർഘമായ ചരിത്രത്തിലെവിടെയും ഈ സംഘടനയുടെ സെക്രട്ടറി, പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വനിതകൾ വന്നിട്ടില്ല. ഒരു നടി പോലും വന്നിട്ടില്ല. ആ സ്ഥാനത്താണ് ഇത്ര കാലം മാറ്റി നിർത്തിയിരുന്ന സ്ത്രീകളെ, ഇത്ര കാലം മാറ്റി നിർത്തിയിരുന്നവരെ ഈ സംഘടനയുടെ തലപ്പത്തേക്ക്, ഇനി മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത് ആരാണ് നയിക്കുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമായിരിക്കും. എന്തായാലും നമ്മുടെ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേർന്നുണ്ട്. ആജ്ഞ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 വനിതകൾ ലീഡിംഗ് സ്ഥാനത്തേക്ക് വരികയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനുമാണ് എത്തുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് കൊട്ടനലിന് ശേഷം അല്പസമയത്തിനുള്ളിൽ ഇവര് വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അറിയാനാകും. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരിച്ചിരുന്നത്. ആ 3 പേരിൽ 2 പേര് ലീഡ് ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ അൻവാസൻ വിജയിച്ചിരുന്നു. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ച് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമാക്കാനുണ്ട്. 13 പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അമ്മയ്ക്കുള്ളത്. അതിൽ 2 പേര്, അതായത് പുറത്താകുന്ന 2 പേര് ആരൊക്കെയാണ് എന്നുള്ള കാര്യം അറിയാനുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ വളരെ വലിയ വിവാദങ്ങൾ നേരിട്ട ശേഷമാണ് അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് പോയിരിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കും തുടർന്ന് അഡ്ഹോക് കമ്മിറ്റി രൂപം കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കും വന്നത്. എന്തായാലും അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ച ശേഷമാണ് അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന്
അറിയുന്നത്. അത് അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതായത് അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2 സ്ത്രീകൾ പ്രത്യേകിച്ചും കീ പോസ്റ്റിലേക്ക് വരികയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇതുപോലെ ഇതുവരെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ സ്ത്രീകൾ വന്നിരുന്നില്ല. അതേസമയം ഈ 2 മത്സരരംഗത്തുണ്ടായിരുന്ന 2 സ്ത്രീകളും വലിയ ആരോപണങ്ങൾ നേരിട്ട ശേഷമാണ് മത്സരം പൂർത്തീകരിക്കാനായത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ശ്വേതാ മേനോനെതിരെ വന്ന ആരോപണവും കുക്കു പരമേശ്വരനെതിരെ വന്ന ആരോപണവും അതിലെ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കുക്കു പരമേശ്വരനെതിരെ വരുന്നു. അതുപോലെ ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളുടെ ഇതുകൂടി ലിസ്റ്റുകൾ കൂടി നിലനിർത്തിക്കൊണ്ട് അവർക്കെതിരെ വന്നിരുന്ന ആരോപണങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആണ് വലിയ ആരോപണങ്ങൾക്കെതിരെ ശ്വേതാ മേനോന് കോടതിയിൽ പോകേണ്ടി വന്നിരുന്ന സാഹചര്യം, കോടതി ഇടപെടേണ്ടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനൊരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അമ്മയുടെ തലപ്പത്തേക്ക് വരികയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനെയാണ് തോൽപ്പിച്ചത്. അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ രവീന്ദ്രനെയുമാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലാണ്. ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രനെയാണ് തോൽപ്പിച്ചത്. ആദ്യം ഈ നോമിനേഷൻ നൽകിയിരുന്ന ഘട്ടത്തിൽ ആദ്യം ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നുള്ള ആരോപണവുമായി ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത് അനൂപ് ചന്ദ്രനാണ്. എന്തായാലും അനൂപ് ചന്ദ്രനെ ഉണ്ണി ശിവപാലും തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ആണ് നിലവിലുള്ളത്. കിരൺ, ഈ അമ്മ സംഘടനയെ ഒരു കാലത്ത് ആളുകൾ അമ്മ എന്ന് പറഞ്ഞിരുന്നതിനെ